നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ സമയമെത്തി എന്ന് കരുതി സന്തോഷിക്കുന്ന ആരാധകർക്ക് അധികം വൈകാതെ ഒരുപക്ഷെ നിരാശരാകേണ്ടി വന്നേക്കും. കാരണം BCCIയുടെ ഭാഗത്തു നിന്നും വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ മലയാളി താരത്തെ കാത്തിരിക്കുന്നത്. ഇതൊരു പക്ഷേ സഞ്ജു ടീം ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി പുറത്തായേക്കുകയും ചെയ്യുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത്രയും ഗുരുതരമാണ് വിഷയം. അന്താരാഷ്ട്ര കരിയർ ട്രാക്കിലേക്ക് കയറിയെന്ന് ഉറപ്പുവരുത്തിയുന്ന സമയത്ത് തന്നെയാണ് മലയാളി താരം ഇപ്പോൾ വലിയ കുഴപ്പത്തിലുമായിരിക്കുന്നത്. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാതിരുന്നതാണ് സഞ്ജുവിനെ കുരുക്കിലാക്കിയിരിക്കുന്നത്. താരത്തിന്റെ ഈ ഒരു നടപടിയിൽ BCCIക്ക് വലിയ രോഷവും അതൃപ്തിയും ഉണ്ടെന്നാണ് വിവരം. കേരളത്തിനായി എന്തുകൊണ്ട് സഞ്ജു കളിക്കാതിരുന്നത് എന്ന ചോദ്യമാണ് BCCIയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ടൂർണമെന്റ് നഷ്ടമായതിന് ന്യായമായ ഒരു കാരണം നൽകാനായില്ല എങ്കിൽ സഞ്ജുവിനെതിരെ കടുത്ത നടപടികൾ BCCIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയും ചെയ്യും. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാത്തതിന് പണി കിട്ടിയവരുടെ ലിസ്റ്റ് എടുത്താൽ 2 മികച്ച താരങ്ങൾ സഞ്ജുവിന് മുന്നിലുണ്ട്. അതിലൊരാൾ മധ്യനിരയിലെ മികച്ച ബാറ്ററായിട്ടുള്ള ശ്രേയസ് അയ്യർ ആണെങ്കിൽ മറ്റൊരാൾ യുവ അഗ്രസീവ് വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷനുമാണ്. സഞ്ജുവിനേക്കാൾ സ്വാധീനമുള്ള 2 പേരാണ് ടീമിന്റെ ലിസ്റ്റിൽ നിന്ന് കരാറിൽ നിന്നതിന് പുറത്താക്കപ്പെട്ടിരുന്നത് ആഭ്യന്തര മത്സരം കളിക്കാത്തതിന്റെ പേരിൽ. കഴിഞ്ഞ വർഷമാണ് 2 പേരും BCCIയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. രഞ്ജി ട്രോഫിയിൽ കളിക്കാതെ മാറി നിന്നതായിരുന്നു ഇതിന് കാരണം. ഇതേ തുടർന്ന് BCCI ആദ്യമായി ചെയ്തത് മുഖ്യ കരാറിൽ നിന്നും 2 പേരെ ഒഴിവാക്കി എന്നതാണ്. അതിനുശേഷം ഇഷാനാകട്ടെ ദേശീയ ടീമിനായി ഒരു മത്സരം പോലും 2024 കളിച്ചിട്ടില്ല. ശ്രേയസ് അയ്യരാകട്ടെ ശ്രീലങ്കയുമായുള്ള ഒരേ ഒരു ഏകദിന പരമ്പരയിൽ മാത്രമാണ് കഴിഞ്ഞ വർഷം കളിച്ചത്. BCCIയുടെ കരാറിൽ നിന്നും പുറത്തായ ശേഷം മുച്ചി ബാബു ട്രോഫി, ദുലീപ് ട്രോഫി, രഞ്ജി ട്രോഫി, സയ്യിദ് മുസ്താഖ് അലി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി എന്നിവയിലെല്ലാം കളിച്ചിട്ടും ഇഷാന ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്താനുമായിട്ടില്ല. വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാൻ കഴിയാതെ പോയതിനെ സഞ്ജു സാംസൺ ഭയക്കുക തന്നെ വേണം. കാരണം ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ എന്നിവരുടെ കരിയറിൽ സംഭവിച്ചത് പോലെയുള്ള വലിയ വീഴ്ച തന്നെയാണ് മലയാളി താരത്തെയും കാത്തിരിക്കുന്നത്. നിലവിൽ BCCIയുടെ ഗ്രേഡ് C കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കേരളത്തിന് വേണ്ടി വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാൻ സാധിക്കാതെ പോയതിന് ന്യായമായ ഒരു കാരണം തന്നെ നൽകേണ്ടി വരും സഞ്ജു. ഇത് നൽകാനായില്ലെങ്കിൽ ഈ വർഷം പ്രഖ്യാപിക്കാനിരിക്കുന്ന BCCIയുടെ മുഖ്യ കരാറിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കാനും ഇടയുണ്ട്. അതിനുശേഷം ഇപ്പോഴത്തേതുപോലെ വരാനിരിക്കുന്ന പരമ്പരകൾക്ക് ടൂർണമെന്റുകൾക്കുമുള്ള ടീമുകളിലേക്ക് സഞ്ജു പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും വഴിയില്ല. അങ്ങനെ വന്നാൽ വീണ്ടും ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർച്ചയായി കളിച്ച അദ്ദേഹത്തിന് ഒന്നിൽ നിന്നും തുടങ്ങേണ്ടതായും വരും. മാത്രമല്ല ഇന്ത്യൻ ടീം ഇപ്പോൾ മോശം ഫോമിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ കോച്ചായി നിൽക്കുന്ന ഗംഭീറിന്റെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സഞ്ജുവിന് പൂർണ്ണ പിന്തുണ നൽകുന്ന കോച്ചുമാരിൽ ഒരാൾ കൂടിയാണ് ഗംഭീർ. അങ്ങനെ വരുമ്പോൾ ഗംഭീറിന് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കും. പ്രായം 30കളിലേക്ക് കടക്കവേ ഇനി സഞ്ജുവിന് മുന്നിൽ കരിയർ അധികം ബാക്കിയില്ല. മാത്രമല്ല വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ഒരുപാട് പേരും മത്സര രംഗത്തുണ്ട്. കൂടാതെ ധ്രുവ് ജുറയിലടക്കമുള്ള യുവതാരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ തെറ്റുകാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയർ തന്നെ ഒരുപക്ഷെ അവസാനിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യും. സഞ്ജുവിനെ സംബന്ധിച്ച BCCI അന്വേഷണം നിർണായകമാകും.